ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. നമ്മൾ കൊച്ചിക്കാരുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. നമ്മൾ കൊച്ചിക്കാർ ഇഫ്താർ വിരുന്ന് 4ാം വർഷം വ്യത്യസ്തതകൾ കൊണ്ട് ഏറെ ശ്രദ്ധേയമായിരുന്നു. മതസൗഹാർദ്ദ സംഗമവേദിയും കൂടാതെ മയക്കുമരുന്നിനെതിരെ സർവ്വമത പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു. ചെയർമാൻ ജബ്ബാർ ഉപ്പസ് അധ്യക്ഷത വഹിച്ച യോഗം KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. ഇതിൻ്റെ ഒരു പ്രാധാന്യവും ഐക്യവും മഹത്വമൊക്കെ നമുക്കറിയാം. നമ്മളെ ഈ റംസാൻ നോമ്പ് 30 വന്നു കഴിഞ്ഞാൽ കൊച്ചിയിലാകെ ഇങ്ങനെ ഒരു വലിയ കൂട്ടായ്മകൾ നടന്നുകൊണ്ടിരിക്കുക എല്ലാ മേഖലയിലും. അതുതന്നെയാണ് നമ്മുടെ ഒരു സാഹോദര്യത്തിൻ്റെ മുഖമുദ്രയായി ഞാൻ കാണുന്നത്. ഇവിടെ നമുക്ക് വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ, കൂടുതൽ കാര്യങ്ങളൊക്കെ പോകുന്നില്ല. ഇവിടെ നമ്മുടെ സ്വാമിയും എല്ലാവരും. എക്സിക്യൂട്ടീവ് ചീഫ് വിൻസി ബൈജു സ്വാഗതം ആശംസിച്ചു. ജനറൽ സെക്രട്ടറി രേണുക പ്രദീപ് നന്ദി രേഖപ്പെടുത്തി. ആലുവ അദ്വൈതാശ്രമം മഠത്തിന്റെ സെക്രട്ടറി ആത്മാ ചൈതന്യ, പെരുമ്പടപ്പ് ഫാത്തിമ ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ സിജോ ജോസഫ് പാലിയത്തറ, ഇളയഗോവിലകം മസ്ജിദ് ഇമാം മജീദ് ഫൈസി എന്നിവർ വിവിധ മതങ്ങളെ പ്രതിനിധീകരിച്ച് സ്നേഹ സന്ദേശം നൽകി. മനുഷ്യ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. അവിടെ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ മതമില്ലാത്തവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും ദൈവം തമ്പുരാൻ ആദരിച്ചിരിക്കുന്നു. ഇത് ഖുർആനാണ് പറയുന്നത്. ഒരു മതത്തിന് പ്രത്യേക ആദരവ്, മറ്റൊരു മതത്തിന് പ്രത്യേക ആദരവ്. മനുഷ്യൻ എന്നുള്ള നിലയിൽ ദൈവം തമ്പുരാൻ എല്ലാവരെയും ആദരിച്ചിരിക്കുന്നു. തുടർന്ന് സർവ്വമത പ്രാർത്ഥനയും നടത്തി. ചടങ്ങിൽ നമ്മൾ കൊച്ചിക്കാരുടെ അത്ഭുത പ്രതിഭകൾ മാഗ്ലിൻ ജാക്സൺ, അനീഷ് കൊച്ചി എന്നിവരെ മുൻമന്ത്രി KV തോമസും 3 മതപണ്ഡിതന്മാരും ചേർന്ന് ആദരിച്ചു. ചടങ്ങിൽ KPCC അംഗം N വേണുഗോപാൽ, കൊച്ചിൻ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരിത്തറ, കൊച്ചി നഗരസഭ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രിയ പ്രശാന്ത്, ഷീബാലാൽ, കൗൺസിലർമാരായ ഷീല തദേവൂസ്, ഷീബ ഡൂറം, KM മനാഫ്, CPM ഏരിയ സെക്രട്ടറി PS രാജം, മുസ്ലിം ലീഗ് നേതാവ് NK നാസർ, കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി MM ഫ്രാൻസിസ്, CPI നേതാവ് M ഉമർ, KB ഹനീഫ്, മുൻ കൗൺസിലർമാരായ ഷേനി മാത്യു, KM റഹീം, CPIM ജില്ലാ കമ്മിറ്റി അംഗം KM റിയാദ്, ലീഗ് മണ്ഡലം പ്രസിഡന്റ് AB ഹംസക്കുട്ടി, നമ്മൾ കൊച്ചിക്കാർ വൈസ് ചെയർമാൻ സിദ്ദീഖ് സമദ, K ഹുസൈൻ, വനിതാ വിഭാഗം ചെയർപേഴ്സൺ ജോളി ടീച്ചർ, ആന്റി നാർക്കോട്ടിക് ചീഫ് കാവ്യ അന്തർജനം, വനിതാ കൺവീനർ ഷാഹിദ മുഹമ്മദ്, വനിതാ വിഭാഗം ആക്ടിംഗ് ചെയർപേഴ്സൺ ഫാസില സൈനുദ്ദീൻ, സെക്രട്ടറി AB നൌഷാദ്, ആങ്കർ ഷെബ്ന റൈഹാൻ എന്നിവർ പ്രസംഗിച്ചു. എല്ലാം നല്ലതിനെ ഉൾക്കൊള്ളുന്നതും എല്ലാ ചീത്തതിനെ അവഗണിക്കുന്നതിനും ഒരു സംഘാടനം ആവശ്യമാണ്. സംഘം ചേർന്നുകൊണ്ട് മാത്രമേ നമ്മൾക്ക് നല്ലതിനെ സ്വാഗതം ചെയ്യാനും ചീത്തതിനെ തള്ളിക്കളയാനും കഴിയുള്ളൂ. അങ്ങനെ ഒരു കൂട്ടായ്മയാണ്. നമ്മൾ പല രീതിയിൽ കൂട്ടായ്മകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഒരു ഈദ്ഗാഹ് ടീനേജായ മാതാപിതാക്കളുടെ ഇടയിൽ ആ ചെറിയ കാര്യങ്ങൾ, പുകവലിയാണെങ്കിലും മദ്യപാനമാണെങ്കിലും വീട്ടിൽ നിന്ന് കാണുന്ന മക്കളാണ് പുറത്തോട്ട്, അത് അവർക്കത് കുറ്റമല്ലാതെ തോന്നുന്ന ഒരു കാലം പണ്ടും ഉണ്ടായിരുന്നുവെങ്കിലും അത് മാതാപിതാക്കളുടെ മക്കളുടെ മുമ്പിൽ വെച്ചല്ലായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ള ലഹരിക്കെതിരെ ഈ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു നമ്മുടെ കുട്ടികളെ കലയും കായികവും എല്ലാം വാസനകൾ വളർത്താൻ, സംഘർഷങ്ങൾ ഒഴിവാക്കി കുട്ടികളെ വളർത്താൻ നമുക്ക് കഴിയണം. അതുവഴി പുതിയ തലമുറയെ ആശയങ്ങളിൽ വിശ്വസിക്കുന്നെങ്കിലും ഒരു രീതിയിൽ എത്തുവാൻ സാധിച്ചു എന്നുള്ളത് അതിനേക്കാൾ മഹത്തായ ഒരു. ഇന്ന് 26 ദിവസം പൂർത്തിയായി. 27ാമത്തെ രാവ് ഇന്ന് കഴിഞ്ഞ് നാളെ 27ാമത്തെ ദിവസം. നോയമ്പ് ഏതാണ്ട് അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തുടർന്ന് നോമ്പുതുറയിൽ കൊച്ചിയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എല്ലാ വിഭാഗത്തിൽപ്പെട്ട നിരവധി ആളുകളും പങ്കെടുത്തു. സാബിർ ഇസ്മായിൽ ബാങ്കിനും നമസ്കാരത്തിനും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.